ഹായ് ഗായ്സ്, ഞങ്ങള് ഇങ്ങനെ ഞങ്ങളുടെ ഒരു ഒഫീഷ്യൽ ബ്ലോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ബ്ലോഗിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളിപ്പോ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞൊന്നും കേൾക്കാൻ പറ്റില്ലെന്ന് അറിയാം. എന്നാലും ഞാൻ പറയാണ്, ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുഴപ്പള്ളി ബീച്ച് അല്ലെങ്കിൽ പുതുവൈപ്പ് ബീച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബീച്ചിലേക്കാണ്. ഇപ്പൊ ഞങ്ങൾ ഫോറന്മാരുടെ മുമ്പിൽ ബീച്ചുകൾ എന്നും എനിക്കൊരു വീക്ക്നെസ്സാണ്. ബീച്ച് കണ്ടു കഴിഞ്ഞാൽ കളിക്കാനും കുളിക്കാനും തോന്നാത്തവരായിട്ട് ആരാണുള്ളത്? അപ്പം ഞാനും അപ്പുക്കുട്ടനും അമ്മുക്കുട്ടിയും പിന്നെ ആര്യക്കുട്ടിയും കൂടിയാണ് പോകുന്നത്. ഇത് നമ്മുടെ എറണാകുളത്താണ്. എറണാകുളത്ത് ആശുപത്രിയുടെ ഫ്രണ്ടിൽ മഹാരാജാസ് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൈഡിൽ ചിൽഡ്രൻസ് പാർക്ക് കാണാം. കുട്ടിയായിരിക്കുമ്പോഴൊക്കെ എപ്പോഴും അവിടെ പോയായിരുന്നു കേട്ടോ. നെഹ്റു പാർക്കിലും പോയായിരുന്നു, അതുപോലെ തന്നെ ചിൽഡ്രൻസ് പാർക്കിലും പോയായിരുന്നു. ഇപ്പം അത് റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോകാൻ പറ്റിയിട്ടില്ല. കാര്യം നമ്മളിപ്പോൾ ചെറിയ കുട്ടികളല്ലല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ ദാ ഗോശ്രീ പാലമൊക്കെ കയറി. അപ്പോൾ ദാ ആ സൂര്യൻ കടലിലോട്ട് പോകുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലും ഗ്രാൻഡ് ഹയാത്തും ഒക്കെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് വീട്ടിലോട്ട് പോകുന്ന ആളുകളുടെ ഇടയിൽ കൂടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബീച്ചിലേക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ദാ ഈ കാണുന്നത് നമ്മുടെ വൈപ്പിനിലുള്ള ലൈറ്റ് ഹൗസ് ആണ് കേട്ടോ. പൊതുവെ ബീച്ചിലോട്ട് എത്തുന്ന സമയമായപ്പോഴേക്കും സൂര്യൻ താഴത്തോട്ട് എത്തി. അവിടെ പുല്ല് തിന്നുന്ന പശുവിനെ നോക്കുന്ന കൊക്ക്, പറന്നു പോകുന്ന കാക്ക, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ട് മാച്ച്, ഞങ്ങൾ രണ്ട് മാച്ചാണ്. ഞങ്ങൾ ഒരുമിച്ച് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഒരുപോലത്തെ കളറിലെ ഡ്രസ്സ് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ഇത് വളരെ ആക്സിഡൻ്റായിട്ട് സംഭവിച്ചതാണ്. അയ്യോ പശുമ്പ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 20 രൂപയ്ക്ക് പട്ടം മേടിച്ചു. പട്ടം പറത്തുക എന്നുള്ളത് എൻ്റെ കുറേ നാളത്തെ ഡ്രീമായിരുന്നു. പിന്നെ ഞാനും അപ്പവും പട്ടം പറത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ആര്യക്കുട്ടിയും അമ്മുക്കുട്ടിയും വീഡിയോ എടുക്കുന്നതിലായിരുന്നു അവരുടെ ശ്രദ്ധ. ഒത്തിരി ആളുകളുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ബീച്ചിൽ നിറയെ ആളുകളുണ്ടായിരുന്നു ആ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട്. അതെ, സത്യം സണ്ണൊക്കെ പോയല്ല, സൺസെറ്റ് കാണാൻ വന്നിട്ട് പട്ടം പറത്ത് നിൽക്കണം. അങ്ങനത്തെ ആകാശത്ത് ചുവന്നൊരു പൊട്ട് പോലെ മാത്രം സൂര്യൻ ദൃശ്യമാകുന്ന ഈ ഒരു സമയത്ത് അതാ നടക്കുന്ന കാലുകൾ അവർ രണ്ടുപേരുടെ കാലുകളാണ്. പിന്നെ ഞങ്ങൾ ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കടലിലോട്ട് ഇറങ്ങാന്ന് അങ്ങോട്ട് തീരുമാനിച്ചു. അങ്ങനെ സണ്ണ് എന്ന് പറയുന്നത് ആ കാണുന്ന ഒരു ചെറിയ വൃത്തമാണ് ഗൈസ്. ഇങ്ങനെ വളരെ ഹാപ്പി ആൻഡ് പീസ്ഫുൾ ആയുള്ള ഒരു സൺസെറ്റ് ഒക്കെ കണ്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് കടലിൽ ഇറങ്ങിയിട്ടുള്ള ആർമാദിക്കലും പരിപാടികളൊക്കെ ആയിരുന്നു. ജസ്റ്റ് ബീങ് ഹാപ്പി. ഇതിപ്പോൾ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ടൊക്കെ തോന്നും കാണുന്നവർക്ക്. സ്വാഭാവികമാണ്. പക്ഷേ ഞങ്ങളത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ആ ഒരു വിഷ്വൽസൊക്കെ ഞങ്ങളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞങ്ങൾ എടുത്തത്. പിന്നെ ആര്യക്കുട്ടിയുടെ അമ്മുക്കുട്ടിയുടെ ഫോട്ടോഷൂട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സൺസെറ്റ് കാണുക എന്നുള്ള ഒരു ദൗത്യം ഇന്നത്തെ അജണ്ട പൂർത്തിയായിരിക്കാണ് ഗൈസ്. ഇത് നിങ്ങൾക്കൊന്ന് കേൾക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് പൂർത്തിയായിരിക്കാണ്. ഈ കാറിലാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോൺ എടുത്ത് വെക്കണേണ്. അപ്പൊ അങ്ങനെ കുറേ നേരം കടലൊക്കെ കളിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ ഉണങ്ങാനിരിക്കണമായിരുന്നു. അപ്പോഴാണ് ഒന്നും കൂടി പട്ടം പറത്താന്നുള്ളൊരു ഐഡിയ ഒക്കെ വന്ന്. അമ്മുക്കുട്ടി ആ പട്ടവുമായിട്ടുള്ള മൽപ്പിടുത്തത്തിലായിരുന്നു. കുറേ സമയം ഞങ്ങൾ പിന്നെ പട്ടം പറത്തി കേട്ടോ. നല്ല ഹൈറ്റിലേക്ക് ഇങ്ങനെ പോകുന്നത് പോലെ ഞങ്ങൾ പറത്തിയിട്ടുണ്ടായിരുന്നു. അത് ഇതൊന്നും ഇങ്ങനെ നല്ലടാ ആ ഒരു സാധനമൊക്കെ ആയിരുന്നെങ്കിൽ പോലും കണ്ടില്ലേ. പിന്നെ ഇപ്പോൾ സെറ്റായി. കാറ്റ് വേറെ ഡയറക്ഷനിൽ നിന്ന് വന്നിരുന്നു. ഇപ്പോൾ ആ കിടക്കുന്ന മുഴുവനും വേസ്റ്റാണ് കേട്ടോ. അവിടെ വരുന്ന ആളുകൾ ഇടുന്നതാണ്. കുപ്പിയും പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പേഴ്സും അതുപോലെ ചീറ്റോസും കുറുക്കുറൊക്കെ കഴിച്ചതിൻ്റെ കവറും അങ്ങനത്തെ പരിപാടികളൊക്കെ. പട്ടം പറത്തി അവസാനം അത് കാറ്റത്താടി ഏതോ ഒരു മരത്തിൻ്റെ മണ്ടയിൽ പോയി കുടുങ്ങി. അങ്ങനെ അതവിടെ ഉപേക്ഷിച്ച് മനസ്സോടെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഒത്തിരി സന്തോഷിച്ച, ഒത്തിരി സമാധാനപൂർവമായ ഒരു സൺസെറ്റൊക്കെ കണ്ട ഒരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു, ബൈ.